അപ്പോൾ ഇതാണ് ടയറിൻ്റെ കമ്പാരിസൺ വീഡിയോ. അപ്പോൾ ഇത് ഇച്ചിരി ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ പറ്റുമെങ്കിൽ കാണാം, ഇല്ല ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ മറ്റേ പ്രൊജക്റ്റ് വീണ്ടും പറയാം, മറ്റേ പ്രൊജക്റ്റ് പുറകെ തള്ളി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ബാക്കിയുള്ളതിൻ്റെ വില ഞാൻ പറയുന്നില്ല. മറ്റുള്ള കച്ചവടക്കാരെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ. ഒരു ടയറും വീൽ 5 അലൈവിൽ 5 ടയർ ഇടുമ്പോൾ ഏകദേശം ഒരു 10 ലക്ഷം രൂപ താട്ട് വരും. വട്ടുണ്ട്, പക്ഷേ കയ്യിൽ പൈസയില്ല. ഇൻഷാ അല്ലാഹ് പൈസ വരികയാണെങ്കിൽ നമ്മൾ വിടും. വെൽക്കം ടു ബാബ്സ് മോൺസ്റ്റർ ട്രക്ക് ന്യൂ സ്റ്റുഡിയോ. ഇത് ലോഞ്ച് ചെയ്തിട്ടില്ല, അത് ഇനാഗ്രേഷൻ അങ്ങനെയൊന്നുമില്ല, ചുമ്മാ കയറി അങ്ങ് പോകാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ പണി നടക്കണുള്ളൂ. അപ്പോൾ നമ്മൾ പുതിയൊരു സ്റ്റുഡിയോയിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. വണ്ടീനെ പറ്റി ഉള്ള കാര്യമല്ല, പൊതുവെ ബേസിക്കലി ടയർ സൈസിനെ പറ്റിയും നമ്മുടെ കുറച്ച് ഡ്രീം ടയറുകളും ഡ്രീം സൈസുകളും ടയർ ഇട്ട് കഴിഞ്ഞാൽ ഒരു വണ്ടീനെ എത്രത്തോളം അതിൻ്റെ ഒരു ലുക്ക് എൻഹാൻസ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ ഒരു നോർമൽ ഒരു കാറ് അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു SUV അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് വെഹിക്കിൾ, ഓഫ് റോഡ് പോകുന്ന ഓഫ് റോഡ് മോഡിഫൈഡ് വെഹിക്കിൾ. അപ്പോൾ അതിനകത്തൊക്കെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനകത്തുള്ള ബമ്പർ കിറ്റ്, ബോഡി കിറ്റ്, ഇതൊന്നും അല്ല വണ്ടീനെ ഫസ്റ്റ് ഓഫ് ഓൾ എൻഹാൻസ് ചെയ്യുന്നത്. അതിൻ്റെ വീലാണ്, അതായത് അലോയ് വീല്, അതിന് കൊടുക്കുന്ന അലോയ് വീല്, അതിനകത്ത് ഇടുന്ന ടയറിൻ്റെ സൈസ്. ഒരു എന്താ പറയുക, ഒരു കാറിൽ ഒരു 17 ഇഞ്ച് അലോയ് വീലും ഇടുമ്പോൾ അതിനകത്ത് കിട്ടുന്ന ആ വണ്ടിയുടെ ലുക്ക് വ്യത്യാസം ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അതിപ്പോൾ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും, പലർക്കും അറിയായിരിക്കും. കാരണം ഒരു അലവിലിടാത്ത വണ്ടി കാണുമ്പോഴും അലവിലിട്ടിട്ട് ആ വണ്ടിയുടെ ലുക്ക് മാറുന്ന രീതിയും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് അറിയായിരിക്കും, പലർക്കും അറിയായിരിക്കും. കാണുന്ന വീഡിയോ കാണുന്ന പലർക്കും അറിയായിരിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഓഫ് റോഡ് വണ്ടി, ഇപ്പോൾ ഒരു പജേറോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു താർ CRD അല്ലെങ്കിൽ ഒരു 540 അല്ലെങ്കിൽ ഒരു ബൊലേറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റോക്സ്, എന്തും ആയിക്കോട്ടെ, താറ്, പല ടൈപ്പ് ഓഫ് റോഡ് വണ്ടികളായിക്കോട്ടെ, അതിനകത്തൊക്കെ ഒരു 31 ഇഞ്ച് ടയേഴ്സ്, 32 ഇഞ്ച് ടയേഴ്സ്, 33 ഇഞ്ച് ടയേഴ്സ്, 35 ഇഞ്ച് ടയേഴ്സ് ഒക്കെ ഇടുമ്പോൾ ആ വണ്ടിയുടെ ലുക്കേ മാറുന്നത് അതിൻ്റെ ടയർ കോൺഫിഗറേഷനിലാണ്. അതിൻ്റെ ടയർ സൈസും അതിൻ്റെ ടയർ വിഡ്ത്തും ടയർ ഹൈറ്റും അല്ലെങ്കിൽ ഇപ്പം സ്റ്റീൽ റിമ്മ് അതൊക്കെ ഇടുമ്പോഴാണ് ആ വണ്ടിയുടെ ലുക്ക് ടോട്ടലി മാറുന്നത്. അപ്പം ഞാൻ ബേസിക്കലി ഒരു 12, 13, 14, 15 കൊല്ലം മുന്നേ ഒക്കെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യയിൽ കാണുന്ന ഒരു ടയർ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യം കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ കുറേ പൈസക്കാർ ഇറക്കിയേക്കുന്ന ടയർ സൈസ് എന്നൊക്കെ പറഞ്ഞാൽ 235, 75, R15. അതായത് ഞാൻ മട്ടറൈൻ ടയേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്, മട്ടറൈനും ഓൾട്ടറൈനും. അപ്പോൾ ആ സൈസൊക്കെയാണ് ഞാൻ ആ സമയത്ത് കണ്ടിട്ടുള്ളത്. അന്നൊക്കെ ആ ടയറിനൊക്കെ ഭയങ്കര പൈസയുണ്ട് ഇന്നത്തെ വെച്ച് വാല്യൂ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നീട് ഞാനൊരു 2015, 2013, 2012 കാലഘട്ടങ്ങളിൽ ഞാൻ ടയറുകൾ കാണുന്നത്, ഞാൻ കാണാൻ ആഗ്രഹിച്ച വണ്ടികളും അല്ലെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടുള്ള നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടിയാണ് കുറേ ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ആദ്യം MT ടയേഴ്സൊക്കെ കണ്ടേക്കണം, സാംചേട്ടൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫഹദിക്ക, അവരുടെയൊക്കെ കയ്യിലാണ് ഞാൻ ഇങ്ങനെയുള്ള ടയേഴ്സൊക്കെ കണ്ടിട്ടുള്ളത്. അതായത് 2012, 2010, 11, 13, 14, 15 കാലഘട്ടമായിട്ട് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒന്നുമല്ല, പണ്ട് അവരൊക്കെയാണ് ഈ ടയറുകളൊക്കെ കൂടുതൽ ഇറക്കിയിട്ടുള്ളത്. അന്നത്തെ എന്താ പറയുക, വണ്ടിയിൽ അത്രയും പൈസ മുടക്കുന്ന ആൾക്കാർ ഇവരൊക്കെയാണ്. അപ്പോൾ പിന്നീട് ഞാൻ ഒരു ബിഗ്ഗസ്റ്റ് ടയർ കാണുന്നതും നമുക്ക് ഈ പറഞ്ഞ പോലെ പുറം രാജ്യങ്ങളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കേരളത്തിൽ ഇന്ത്യയിലും ടയേഴ്സുകൾ കാണാൻ വളരെ വിരളമായിരുന്നു, കാണാൻ കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 35 ഇഞ്ച് ടയേഴ്സൊക്കെ കണ്ടത് ഈ പറഞ്ഞ പോലെ ഫഹദിക്കയുടെ വണ്ടിയിലും ഒരു താറുണ്ടായിരുന്നു, പുള്ളിക്ക് മോഡിഫൈഡ് താറ്. അപ്പോൾ അതുപോലെ തന്നെ സാംചാൻ്റെ കയ്യിൽ, അപ്പോൾ അങ്ങനെയുള്ളവരിലൊക്കെയാണ് ഈ ടയേഴ്സ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഓർമ്മ ശരിയാണ്, 2013, 2014, 2015 എങ്ങാണ്ടാണ് താറിൽ ഫസ്റ്റ് ഫഹദിക്ക ടയർ ഇടുന്നത്, 35 ഇഞ്ച് ടയർ അങ്ങനെ ഇടുന്നത്. അതുപോലെ ഞാൻ 2013 ഫസ്റ്റ് RFC കാണാൻ പോകുന്നത്. 2014, സോറി മാറിപ്പോയി, 2014 ഫസ്റ്റ് RFC കാണാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഒത്തിരി വണ്ടികളിൽ ഞാൻ ടയേഴ്സ് കണ്ടിട്ടുണ്ട്. ഓഫ് റോഡ് ഹെവി ആയിട്ട് മോഡിഫൈ ചെയ്യുന്ന വണ്ടികളാണ്, നല്ല ലിഫ്റ്റും ഭയങ്കര മോണോട്യൂബ് സസ്പെൻഷൻസും കോയിൽ ഓവർ സസ്പെൻഷൻസ് ഒക്കെ ഇട്ട വണ്ടികളാണ്. അപ്പോൾ അതിനകത്തൊക്കെ അത്രയും വലിയ ടയേഴ്സ് ഓഫ് റോഡിന് ആവശ്യമാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ അന്ന് കാണുന്ന ഗൂർക്കെ കാണുന്ന ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ഇഞ്ച് ടയേഴ്സാണ്. അന്ന് ഇന്ത്യയിൽ ഫസ്റ്റ് ഞാൻ കാണുന്ന RFC വെഹിക്കിളിലാണ് ആ ടയർ ഞാൻ കാണുന്നത്. നാട്ടിൽ അന്ന് കാണുന്നത് 35 ഇഞ്ചാണ് കൂടുതലും കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ 40 ഇഞ്ച് ടയറൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള സംഭവമാണ്. കാരണം ആ സമയത്ത് ഈ പറഞ്ഞാൽ ഇമ്പോർട്ട് ഡ്യൂട്ടി, ഇതൊക്കെ ഓഡ് സൈസ് ടയറുകളാണ്. ഇന്ത്യയിൽ ഇറങ്ങുന്ന ടയറുകൾ എപ്പോഴും സെയിലുള്ള ടയറോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ എപ്പോഴും ആവശ്യമുള്ള ഒരു ടയറൊന്നും അല്ല ഈ 40 ഇഞ്ച് ടയേഴ്സൊക്കെ. കൂടുതലും മാക്സിമം ആൾക്കാരിട്ടാണ് 35 ആണ്, അതും വളരെ വിരളമാണ് ആ 35 ഇഞ്ച് ടയറൊക്കെ ഇട്ടത്. അപ്പോൾ അന്ന് ആ സമയത്ത് കൂപ്പർ ടയർ, മാക്സിസിൻ്റെ ടയേഴ്സൊക്കെയാണ്, BF ഗുഡ്രിച്ച്, അതൊക്കെയാണ് കൂടുതലും നമ്മൾ നാട്ടിൽ കണ്ടിട്ടുള്ളൂ കേരളത്തിൽ.
ഈ 40 ഇഞ്ച് ടയറൊക്കെ ഇറക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കസ്റ്റംസ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റംസ് പിടിച്ചു വെച്ചിട്ട് പിന്നെ അത് കിട്ടാനായിട്ടൊക്കെ കുറേ പ്രശ്നങ്ങളാണ്. കാരണം അത്രയും ഹ്യൂജ് സൈസാണ്. പിന്നെ റബ്ബർ ഇമ്പോർട്ടിങ് കുറച്ച് പ്രശ്നമുള്ളൊരു സംഭവമാണ് ഇപ്പോൾ കറൻ്റ് ഇന്ത്യയിൽ അന്നും. അപ്പോൾ അത് കാരണം അത്ര ആ ടയറുകളെ കാണാൻ ഭയങ്കര റെയറാണ്. അതായത് ഒരു ഭയങ്കര റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ കിട്ടൂല. അപ്പോൾ നമ്മൾ RFCയിലൊക്കെ പോയപ്പോഴാണ് ആ ടയർ കണ്ടത്. അപ്പോൾ അന്ന് തൊട്ട് നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ഡ്രീമാണ്. അത്രയും വലിയ ടയർ ഇട്ടൊരു വണ്ടി ഇപ്പോൾ ഓഫ് റോഡ് പോയില്ലെങ്കിലും പോയാലും ഈ പറഞ്ഞ പോലെ അതൊക്കെ ആ ടയറൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതൊക്കെ ഒരു എന്താ പറയുക, ചെറുപ്പത്തിലെ ഈ പെട്ടിക്കടയിലൊക്കെ പോയിട്ട് കളിപ്പാട്ടം മേടിക്കണ പോലെ ഒരു ആഗ്രഹമുള്ള ചെറുപ്പം എന്നുള്ള ആഗ്രഹമാണ്. വലിയ ടയറുള്ള വണ്ടി കാണുമ്പോൾ വലിയ ടയർ മേടിക്കണം. പക്ഷേ സാധനം മേടിക്കാൻ കിട്ടണില്ല. പിന്നെ അതുകൂടാതെ ഒടുക്കത്തെ പൈസയും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വണ്ടിയുടെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് അധികം നാളെ. അപ്പോൾ ആ സമയം തൊട്ട് നമ്മൾ പല ടയർ സൈസുകളും ഇട്ടിട്ടുണ്ട്. 31, 32, 33, 35 ഇഞ്ച് ടയേഴ്സും മട്ടേറിയൻ ടയേഴ്സൊക്കെയാണ് കൂടുതൽ ഇട്ടേക്കണത്. അതുകൂടാതെ നമ്മൾ ഈ 31 ഇട്ട് നമ്മളൊരു 6 മാസം ഈ വണ്ടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വണ്ടിയിൽ 31 ഇഞ്ച് ടയേഴ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ 31ന് മുകളിലേക്കുള്ള ടയർ സൈസ് വേണം. അല്ലെങ്കിൽ ഈ 31 ഇഞ്ച് ടയർ ചെറുതാണല്ലോ നമ്മൾ ചിന്തിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ടയർ സൈസ് 32ലേക്ക് പോകും. പിന്നെ 33 വേണമെന്ന് ആഗ്രഹിക്കും. അയ്യോ ഇതും ചെറുതാണല്ലോ, ഇനി ഇതിൻ്റെ മുകളിൽ സൈസുള്ള അങ്ങനെ ചിന്തിച്ച് നമ്മൾ 35 വരെ എത്തി. 35 ആണ്. അപ്പം ഞാൻ എൻ്റെ ഇസൂസു R80 പണിത സമയത്ത് 35 ഇഞ്ച് ടയേഴ്സാണ് ആദ്യം ഇട്ടത്. അത് കൂപ്പർ ടയർ ആയിരുന്നു. ഇപ്പോൾ നിലവിൽ കൂപ്പർ ടയർ ഇന്ത്യയിൽ ബാൻ ചെയ്തേക്കാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഇമ്പോർട്ടിങ് നടക്കുന്നില്ല, 4 വർഷമായി. അത് അടിപൊളി ടയറാണ്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അതെൻ്റെ ഇപ്പോഴും ഉണ്ട്, 35 ഇഞ്ച് കൂപ്പർ ടയർ എൻ്റെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ ഈ 35 ഇഞ്ച് ഇട്ട് കുറേ പരിപാടികൾക്ക് പോയി, അല്ലെങ്കിൽ പറയുന്നത് നമ്മളിവിടെ ലോക്കലും കണ്ടു, ഒത്തിരി വണ്ടികൾ കണ്ടു. ഇതിന് മുകളിൽ ഇനി ടയർ സൈസ് ഏതാ ഉള്ളത്? ടയർ സൈസ് വേണം, കുറച്ചുകൂടി സൈസ് വേണം, കുറച്ചുകൂടി വണ്ണം വേണം, കുറച്ചുകൂടി പൊക്കം വേണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ ലാസ്റ്റ് ഈ കോമ്പറ്റീഷൻ ടയറിൽ വന്ന് ചാടി. ലാസ്റ്റ് അതാ കിട്ടിയുള്ളൂ. അതായത് 38 ഇഞ്ച് CST ടയറാണ് ഇപ്പം നിലവിൽ നമ്മൾ ഈ വണ്ടിയിൽ ഇപ്പോൾ ഇട്ടേക്കണം. അതാണ് 38 ഇഞ്ച് CST ടയർ. ഇത് 38 × 12.5 R 15 ഇഞ്ച് ടയറാണ് ഇപ്പം നമ്മൾ നിലവിൽ ഈ ഇസൂസിൽ ഇട്ടേക്കണത്. ഇപ്പം ഇതും കണ്ട് നമുക്കിത് ചെറുതായിട്ട് തോന്നുന്നു. ഇതിന് മുകളിലേക്ക് ഇനി എന്താ ഉള്ളത്, മുകളിലേക്ക് ഇനിയും വേണം എന്നുള്ള ചിന്തയാണ്. കാരണം നമുക്ക് വലുത് തന്നെ വേണം. കാരണം ഇത് വലുതാണ്. ചിലപ്പോൾ ആദ്യം കാണുന്നവർക്ക് ഇത് ഭയങ്കര ഹ്യൂജ് ടയർ ആയിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ ഇത് കണ്ട് വളരെ സ്മോൾ ടയറാണ്. അപ്പോൾ നമുക്ക് ഇതിലും വലുത് ടയർ വേണം. അപ്പോൾ ഇത് കുറേ നാളുകളായിട്ട് അതായത് വർഷങ്ങളായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ തന്നെയാണ്. കാരണം ഈ വലിയ സൈസ് എങ്ങനെ 40 ഇഞ്ച് ടയർ ഇവിടെ ഇറക്കാം. അപ്പോൾ അതിൻ്റെ പുറകെ ഞാൻ ഈ പറഞ്ഞ പല ആൾക്കാരുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഇറക്കാം. നമുക്ക് തരുന്ന ഇമ്പോർട്ടേഷൻ്റെ അടുത്ത് ചേട്ടാ ഒരു 5 ടയർ എങ്ങനെയും കണ്ടെയ്നറിൽ കുത്തിക്കയറ്റിയിട്ട് കൊണ്ടുവന്നൊരു ആരും കാണാതെ കൊണ്ടുതരുമോ എന്നൊക്കെ പലരോടും ചോദിച്ചിട്ടുണ്ട്. 2-3 കൊല്ലങ്ങളായിട്ട് ഞാൻ തപ്പിടക്കണം. അങ്ങനെ ഫൈനലി എൻ്റെ ആഗ്രഹം സഫലമായേക്കുവാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഒരു ടയർ നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് ഇടാൻ അലവിയിലില്ല. അതാണ് എൻ്റെ ഒരു രസം. പോട്ടെ. എനിക്ക് 40 ഇഞ്ച് ടയർ ഇപ്പോൾ നിലവിൽ എനിക്ക് സാധനം കിട്ടി. അപ്പോൾ 40 ഇഞ്ച് ടയർ ഓൾറെഡി ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പലരും ഇട്ടുണ്ട്. പക്ഷേ ടയറിന് വണ്ണവുമില്ല. പലരും ഇട്ടാണ് ടയറിന് ഹൈറ്റ് ഉണ്ട്, പക്ഷേ ടയറിന് വണ്ണവുമില്ല. അപ്പോൾ എനിക്ക് വണ്ണവും വേണോ ഹൈറ്റും വേണോ ഒരേപോലെ തന്നെ വേണം എന്നുള്ളൊരു ചിന്താഗതി ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നാളായിട്ട് അപ്ഡേറ്റ് ചെയ്യാണ്ടിരുന്നത്. 40 ഇഞ്ച് ടയർ വന്നപ്പോൾ വണ്ണം കുറവുള്ള ടയറാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇമ്പോർട്ടിലൊക്കെ വന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നല്ല വീതിയുള്ള നല്ല സൈസുള്ള വണ്ണമുള്ള ടയർ വന്നിട്ടുണ്ട്. അത് 40 ഇഞ്ച് ടയറാണ്. അതുകൂടാതെ 40 ഇഞ്ചിൽ 28 ഇഞ്ച് അലോയിലിടാവുന്ന ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണം ഇപ്പം നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഭയങ്കര ബിഗ്ഗസ്റ്റ് സൈസാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലുള്ളത്. അതിനിടാനുള്ള അലോയിൽ ഇപ്പോൾ നമ്മുടെ അടുത്തില്ല. 28 ഇഞ്ച് അലോയിൽ. 28 ഇഞ്ച് അലോയിലൊക്കെ ഇമ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ടഫാണ്. കാരണം കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ ഒത്തിരി വരും, ഭയങ്കര പൈസ വരും 28 ഇഞ്ച് അലോയിൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കമ്പാരിസൺ, അതായത് എനിക്ക് ഈ ടയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുന്നവർക്ക് തോന്നി ഇവൻ എന്നാ തേങ്ങ ഈ പറയണത്, ഈ ടയറൊക്കെ ഇത്ര വലിയ സംഭവമാണോ, അല്ലെങ്കിൽ ടയറൊക്കെ അതിലൊക്കെ ഇത്ര വലിയ കാര്യമുണ്ടോ കാണാൻ, അതൊരു ടയറല്ലേ റബ്ബറല്ലേ ചിന്തിക്കും. പക്ഷേ നമുക്കതൊക്കെ ഭയങ്കര ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. വലിയ ടയർ ഇട്ട വണ്ടി അല്ലെങ്കിൽ ആ പറഞ്ഞ പോലെ എന്താ പറയുക, ഭയങ്കര ആഗ്രഹമാണ്. ഇതിനോടൊക്കെ ഭയങ്കര കൊതി. അപ്പോൾ 40 ഇഞ്ച് ടയറിൻ്റെ ഇപ്പോൾ വലിപ്പം ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിന് ഇനി അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്ന ടയറാണ്. ബേസിക്കലി ഇനി വരാൻ പോകുന്ന ഒരു പ്രൊജക്റ്റിലേക്ക് വേറൊരു ടയർ വരുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിന് അലവിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിയില്ലെങ്കിൽ നമ്മൾ 40 ഇഞ്ചിന് ചിലപ്പോൾ ഇടുമായിരിക്കും. അതാണ് ആ സർപ്രൈസ് പ്രൊജക്റ്റ്. അത് വരാൻ പോകുന്നുള്ളൂ. അതിനകത്തേക്കൊക്കെ കൂടിയിട്ടാണ് നമ്മൾ പല സാധനങ്ങളും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കളക്ഷൻസിലാണ്. അത് ഓൾറെഡി ആ വണ്ടി പണിപ്പുരയിലുമാണ്. അപ്പോൾ ഞാൻ ആ 40 ഇഞ്ച് ടയറിൻ്റെ ഒപ്പം വെച്ച് കാണിച്ചു തരാം. മക്കളെ സാധനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അന്വേഷണത്തിനൊടുവിൽ നമ്മുടെ സഫലമായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും എന്തോരം കഴപ്പും എന്തോരം പ്രാന്തോടുത്താണ് ഇപ്പോൾ ഇതൊക്കെ കാണിക്കുന്നതെന്നുള്ളത്. എനിക്കിത് ചെറിയ കാര്യമല്ല കേട്ടോ. അതെനിക്ക് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ ഇത് ചെറിയൊരു സംഭവമേ അല്ല. പിന്നെ ഇതാട്ടോ ഞാൻ പറഞ്ഞ ഇന്ത്യയിൽ ഫസ്റ്റായിട്ട് ഇറക്കിയ 28 ഇഞ്ച് അലോയിലിടാനായിട്ടുള്ള
ബിഗ്ഗസ്റ്റ് ടയർ സൈസാണ് ഇപ്പം നിലവിൽ ഇന്ത്യയിലുള്ള, അതായത് SUV-ക്ക് വേണ്ടിയിട്ടുള്ള ഓഫ് റോഡ് വണ്ടികൾക്ക് SUV-ക്ക് വേണ്ടി. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുറം രാജ്യങ്ങളിൽ ഒരു ബ്രാൻഡ് എനി ലെവൽ ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഷൻ, എയർ സസ്പെൻഷൻ, ഹൈഡ്രോളിക് സസ്പെൻഷൻ ചെയ്യുന്ന ഒരു ഹെവി ടീമാണ്, വേൾഡിൽ ഭയങ്കര ഫേമസ് ടീമാണ്. അപ്പോൾ അവരൊക്കെ ഇടുന്ന F150 അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളിലൊക്കെ 28 ഇഞ്ച് അല്ലെങ്കിൽ ഡീപ് ഡിഷ് 28 ഇഞ്ച് 14J 28x14J സൈസിലൊക്കെ ഉള്ള അലോയ് വീൽസ് ഇടുന്ന ടയറാണിത്. അപ്പോൾ ഇത് നിലവിൽ ഇപ്പോൾ അങ്ങനെയുള്ള വണ്ടികളൊന്നും ഇന്ത്യയിലില്ല, അത്രയും വലിയ ഹെവി മോഡ്സ് ചെയ്യുന്ന വണ്ടികളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതിനിടുന്ന ടയറാണിത്. ഇതിപ്പോൾ ഒരു 5 പീസ് വന്നിട്ടുണ്ട്. ഈ ഒരു ടയറിൻ്റെ വില 80,000 രൂപയാണ്. ഇമ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ ഒരു ടയറിൻ്റെ വില 80,000 രൂപ. അപ്പോൾ നമുക്കിപ്പോൾ ഇടാനായിട്ട് ഈ അലോയ് വീൽ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഇതൊരു 5 സെറ്റ് ടയർ ഒരു വിധത്തിൽ നമ്മളിവിടെ നാട്ടിൽ ഇപ്പോൾ എത്തിച്ചതാണ്, അത് ഇന്ത്യയിൽ എത്തിച്ചതാണ്. അപ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്നത് 40 ഇഞ്ച് 15.5 ഇൻറ്റു 20 ഇഞ്ച്, അതായത് 20 ഇഞ്ച് അലോയ് വീലിൽ 15.5 ഇഞ്ച് ഹൈറ്റിൽ 40 ഇഞ്ച് ടയറാണ് ഇപ്പോൾ ആ ഇരിക്കുന്ന ടയർ. ഇത് 40 ഇഞ്ച് ഇൻറ്റു 15.5 ഹൈറ്റിൽ 28 ഇഞ്ച് അലോയ് വീൽ ഇടുന്ന ടയറാണിത്. അപ്പോൾ ഈ നിലവിൽ ഈ അലോയ് വീലിട്ട് ഈ ടയർ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ കിട്ടാവുന്നതിൽ കോമൺ ആയിട്ടുള്ള 38 ഇഞ്ച് ടയറാണത്. അതിൻ്റെ കൂടെ ഞാൻ ഈ 40 ഇഞ്ച് ടയർ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. എന്തോരം നമ്മൾ മീൻസ് ഇനിയും വലിയ സൈസ് വേണം. ഇപ്പോൾ ഇട്ടാലും ഇതിട്ടാലും ഈ വണ്ടിയിൽ ഇത് രണ്ടും ഇട്ടാലും പിന്നെ ഇതിന് അടുത്ത സൈസ് വേണമെന്നുള്ള ആഗ്രഹം വരും. അതാണ് ഏറ്റവും വലിയൊരു ഇതിനകത്തൊരു ബലഹീനത. അതാണ് കാരണം നമുക്ക് പിന്നെയും വലിയ ടയർ സൈസ് വേണം എന്നുള്ള തോന്നല. കാരണം ഇത് കണ്ട് മടുക്കും. നമ്മളിന്ന് എപ്പോഴും കാണുന്നവർ കണ്ട് മടുക്കും. അപ്പം പുറത്തുനിന്ന് ഇപ്പോൾ പെട്ടെന്ന് ആരും കാണുമ്പോൾ അത് ഓക്കെ, അവർ കണ്ട് പിന്നീട് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇത് വീണ്ടും വലുത് ഇടണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഞാൻ ഈ രണ്ട് ടയർ ഇവിടെ കൊണ്ടുവന്നേക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ 28 ഇഞ്ച് അലോയ് വീൽ എൻ്റെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ 20 ഇഞ്ച് അലോയ് വീലിൻ്റെ ടയറിലേക്ക് ഇപ്പോൾ നമ്മളിനി അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇട്ട് ഞാൻ അപ്പുറത്തേം വയ്ക്കാം. ഇത് അപ്പുറത്ത് വെച്ചുതരാം. ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആ സൈസ് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു എന്താ പറയുക, ഈ വിട്ടും കണ്ടോ നിങ്ങൾ. അപ്പോൾ ഇതിപ്പോൾ എനിക്കിത് ഭയങ്കര ചെറുതാണ് ഈ ടയർ. ഇത് 38 ഇഞ്ച് ടയറാണ്. പക്ഷെ പുതിയൊരാൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര വലുതാണ്. എനിക്കിത് കണ്ടിട്ട് അത് ചെറുതായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ. അപ്പോൾ ഈ വിട്ട് കണ്ടോ, നമുക്ക് എത്ര ഹൈറ്റുള്ള ടയർ കിട്ടിയിട്ടും കാര്യമില്ല, നമുക്ക് വിട്ടും കൂടി ഉണ്ടെങ്കിലാണ് അതിനൊരു കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. ഹൈറ്റ് മാത്രം കൂട്ടി കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഈ ടയർ, അതായത് ഈ വണ്ടിയിലേക്ക് ഇപ്പോൾ ഈ ടയർ ഇടുമ്പോൾ ഇതിൻ്റെ ലുക്കേ മാറും, ടോട്ടലി മാറും. പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഓൾറെഡി 12 ഇഞ്ച് ലിഫ്റ്റഡ് വണ്ടിയാണ്. അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് ഹൈറ്റ് ഓവറാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടിയുടെ ആ ടോട്ടലായിട്ടുള്ള ആ ഒരു ഭംഗിക്ക് ചിലപ്പോൾ വൃത്തിയോട് വരും. നമുക്ക് ഇനിയും വേണമെങ്കിൽ വണ്ടി പൊക്കാം, പക്ഷേ ഓവറായി പൊക്കി കൊണ്ടാക്കി കഴിഞ്ഞാൽ വണ്ടിക്ക് ലുക്ക് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ടയർ സൈസും അതിനനുസരിച്ച് തന്നെ എത്ര വണ്ടി പൊക്കിയാലും എത്ര വണ്ടി അതായത് ലിഫ്റ്റ് ചെയ്താലും നമ്മൾ ടയർ സൈസും കൂടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് അപ്സൈസ് ചെയ്യണം, എന്നാലാണ് അതിൻ്റെ ഒരു ലുക്ക് മാച്ച് ആവുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നു ഈ ഒരു ടയറും ആ 20 ഇഞ്ച് അലോയ് വീലും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള വണ്ടിയുടെ ലുക്ക് ഒന്നും കൂടി വേറെ ലെവലാവും. അപ്പോൾ നമ്മളിനിപ്പോൾ അടുത്ത പാർട്ടിൽ ഇതിൻ്റെ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനിതൊരു അപ്ഡേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നുള്ളൂ. നമ്മുടെ മെയിൻ മറ്റേ സർപ്രൈസ് പ്രോജക്റ്റ് പുറകെ വരുന്നുള്ളൂ. ഇതൊന്നുമല്ല, നിങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത, ഇതുവരെ മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു സാധനമാണ് വരാൻ പോകുന്നത്. ഇത് നമ്മൾ കളയാൻ പറ്റൂല്ല ഈ വണ്ടി. അപ്പോൾ ഇതിനെ നമ്മളങ്ങനെ കൊണ്ടുപോയി മെയിൻറ്റെയിൻ ചെയ്ത് നടക്കണം. അപ്പോൾ ഇത് നമ്മളൊരു ഡ്രീമായിരുന്നു ഈ ഒരു ടയർ ഇവിടെ ഇറക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് ഇടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് ഉടനെ നമ്മൾ ഇടില്ല, എന്തായാലും ഒരു 2-3 ആഴ്ച കൂടി കഴിഞ്ഞിട്ട് അലോയ് വീൽ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അത് വരണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ റിവ്യൂവിൽ ഇതിൻ്റെ അലോയ് വീൽ ഇട്ടിട്ടുള്ള ഫോട്ടോയും വീഡിയോയും ഇറക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കമ്പാരിസൺ ചെയ്തത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇപ്പോൾ ഈ നിലവിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ടയറുകൾ വെച്ചിട്ടൊരു കമ്പാരിസൺ ഞാൻ ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ നമ്മുടെ MT ടയറിൻ്റെ ഇതുവരെ ആരും ചെയ്യാത്ത ഒരു ബിഗ്ഗസ്റ്റ് ഒരു കമ്പാരിസൺ വീഡിയോ എന്ന് പറയാം. അത് തന്നെ വേറെ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് 40 ഇഞ്ച് 15.5 28 ഇഞ്ച് അലോയിലിടുന്ന ടയർ. ഇത് 40 ഇഞ്ച് 15.5 20 ഇഞ്ച് അലോയിലിടുന്ന ടയർ MT ടയർ. ഇത് 38 12.5 15 CST MT ടയർ, അല്ല CST ടയർ സോറി. അപ്പോൾ പിന്നെ ഇത് നമ്മുടെ കൂപ്പർ ടയർ 35 12.5 R15 കൂപ്പർ ടയർ MT. അതിൽ കൂപ്പറിൻ്റെ തന്നെ 33 12.5 R15 കൂപ്പർ ടയർ, അത് MT ടയർ. പിന്നെ 31 10.5 R15 MT ടയർ. അതുപോലെ തന്നെ ഇത് 235 75 R15 MT ടയർ. ഇതാണ് ഏറ്റവും ഇപ്പം നിലവിൽ ഇന്ത്യയിലുള്ള ഏറ്റവും ചെറിയ ജീപ്പിന് 540 ബൊലേറൊക്കെ ഇടുന്ന ഏറ്റവും ചെറിയ സൈസ് MT ടയർ. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് 31 10 15 എന്ന് മലയാളത്തിൽ പറയും. അത് ആണ് കൂടുതൽ ആൾക്കാർ പറയണത്. അപ്പോൾ 31 10 15 ഇത് മോസ്റ്റ്ലി എല്ലാ വണ്ടിയിലും ഇടുന്ന ഒരു 10-15 കൊല്ലം മുന്നേ ഇറങ്ങിയ സൈസ്, ഇന്ത്യയിൽ ഇറങ്ങിയ സൈസാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 33 35 38 പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇന്ത്യയിൽ ഫസ്റ്റ് ഇറക്കിയേക്കാണ്
40 ഇഞ്ച് 28 ഇഞ്ച് അലവിലിടാവുന്ന ടയറാണ് ആ ഫസ്റ്റ് ഇരിക്കുന്ന ടയർ. ഇത്രയും ടയറുകളാണ് ഇപ്പം നിലവിൽ ഇന്ത്യയിലുള്ളൂ. ഇന്ത്യയിലുള്ള ടയറുകൾ ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ളത് ഈ 4 ബാക്കിയൊക്കെ ഈ ബിഗസ്റ്റ്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ഓഫ് റോഡ് ഓടിക്കുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതൽ ഇടുകയുള്ളൂ. ഇത്രയും വലിയ ടയറൊക്കെ ഇടുമ്പോൾ, ഇത്രയും വലിയ സൈസ് ടയറൊക്കെ ഇടുമ്പോൾ അതിനനുസരിച്ചുള്ള കുറേ മോഡിഫിക്കേഷൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഒരു ഓടുന്ന ഫീൽഡിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കുറേ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യണം. അതിൻ്റെ ഹബ്ബ്, അതുപോലെ തന്നെ വണ്ടിയുടെ പവർ, അതിൻ്റെ പിന്നെ ഈ റേഷ്യോസ്, അതായത് ക്രൗണും പിന്നീട് അതൊക്കെ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്താലാണ് ഇതിൻ്റെയൊക്കെ കറക്റ്റ് പവർ ടു റേഷ്യോ സാധനമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ചെയ്യുന്ന വണ്ടികൾ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഉണ്ടോയെന്ന് അറിയില്ല. ഇത്രയും വലിയ ടയറൊക്കെ ഇട്ടിട്ട് ഷോ പർപ്പസ് ഉള്ളൂ, അല്ലാണ്ട് ഒരു കാര്യമില്ല. അല്ലാണ്ട് ഇതൊക്കെ എവിടെ ഓടിക്കാനൊക്കെ കേരളത്തിൽ ഓടിക്കാൻ പറ്റൂല, അത് വേറെ കാര്യം. ഇപ്പോൾ പുറത്തുള്ള പഞ്ചാബികൾ, ഈ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യൻസ്, മഹാരാഷ്ട്രക്കാർ, ഓഫ് റോഡൊക്കെ ഓടിക്കുന്ന ആൾക്കാർ ഇത്ര സാധനമൊക്കെ ഇട്ട് അങ്ങനെ പർപ്പസ്ഫുൾ അല്ല അതൊന്നും. ഇതൊക്കെ ജസ്റ്റ് ഷോ പർപ്പസ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഇട്ടിട്ട് വേണേൽ റാങ്കളറിലൊക്കെ ഇട്ട് വേണേൽ ഓടിക്കാട്ടെ. ഈ 45 ഈ 25 അലവിലിടുന്ന 45 ടയറൊക്കെ ഇട്ട് റാങ്കളറിലൊക്കെ അത്യാവശ്യം കേപ്പബിലിറ്റി ഉള്ള വണ്ടിയാണ് റാങ്കളറും. അത്യാവശ്യം ഈ പറഞ്ഞ ലാൻഡ് ക്രൂയിസറിലൊക്കെ പറഞ്ഞ പോലെ പുറത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നാട്ടിലൊക്കെ ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ കാര്യമായിട്ട് പറഞ്ഞു. പുറത്തുള്ള രാജ്യത്ത് ഈ ടയറൊക്കെ ഇട്ട് നല്ല അടിച്ച് മിന്നിച്ച് പൊളിച്ചിറങ്ങുന്ന ആൾക്കാരുണ്ട്. അത് അവരങ്ങനത്തെ അത്രയും പൈസയും മുടക്കി അത്രയും കേപ്പബിലിറ്റി ഉള്ള വണ്ടികളിലൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഇതൊക്കെ നമ്മൾ വെറും നമ്മളൊക്കെ ഷോ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യണതാണ്. വേറെ ഒന്നും ഇതിനകത്തില്ല. നമ്മുടെ ഒരു ഇഷ്ടം കൊണ്ടും ഒരു ആഗ്രഹം കൊണ്ടും ചെയ്യണതാണ്. അപ്പോൾ ഇതാണ് ടയറിൻ്റെ കമ്പാരിസൺ വീഡിയോ. അപ്പോൾ ഇത് ഇച്ചിരി ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ പറ്റുമെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്തതാണ്, ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇറക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ് ഇനി, അതായത് ഇത് നമുക്ക് കളയാൻ പറ്റുമല്ലോ. ഈ വണ്ടി എന്തായാലും നമ്മുടെ കയ്യിലുണ്ടാവും. നമ്മുടെ മറ്റേ പ്രൊജക്റ്റ് വീണ്ടും പറയാം, മറ്റേ പ്രൊജക്റ്റ് പുറകെ തള്ളി വരുന്നുണ്ട്. പക്ഷേ ഇവനെ നമുക്ക് കളയാൻ പറ്റുമല്ലോ. ഇവനെ ചെറിയ ഇടയ്ക്ക് പൗഡർ ഇട്ട് മിനുക്കി ഒക്കെ കൊണ്ടു കിടക്കണമല്ലോ എന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ അടുത്ത ഒരു ടയർ മേടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അങ്ങോട്ടും എല്ലാ വണ്ടികളിലേക്ക് മാറ്റിയിടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ടയറൊക്കെ മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ വില മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ബാക്കിയുള്ളതിൻ്റെ വില ഞാൻ പറയുന്നില്ല. മറ്റുള്ള കച്ചവടക്കാരെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ വില 80,000 രൂപ കേട്ടോ, ഒരു ടയറിന്. 5 എണ്ണം മേടിക്കുകയാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അലവിൽ ഇന്ത്യയിൽ ഇറക്കണമെങ്കിൽ ഒരു 5 ലക്ഷം രൂപ എങ്കിലും വരും. അലവിൽ ഇറക്കണമെങ്കിൽ 28 ഇഞ്ച് അലവിൽ ഇറക്കണമെങ്കിൽ ഒരു ടയറും വീൽ 5 ടയർ ഇടുമ്പോൾ ഏകദേശം ഒരു 10 ലക്ഷം രൂപ താഴെ വരും. അപ്പോൾ അത് അത്രയും വട്ടമുള്ളവർക്കാണ് അതൊക്കെ പറ്റുള്ളൂ. വട്ടുണ്ട്, പക്ഷേ കയ്യിൽ പൈസയില്ല. ഇൻഷാ അള്ളാ പൈസ വരികയാണെങ്കിൽ നമ്മൾ വിടും. അപ്പോൾ നമ്മളങ്ങനെ ഇതിൻ്റെ കമ്പാരിസൺ വീഡിയോ ഇവിടെ തീർക്കുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഇതുപോലെ അടുത്ത പ്രാന്ത് പിടിച്ച വീഡിയോ ആയിട്ട് വീണ്ടും വരാം, പുതിയ സാധനമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.